അലർജി മാറാൻ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അലർജിയുടെ മരുന്ന് കഴിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ഉറക്കം ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കോൺസെൻട്രേഷൻ ഇല്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നും എങ്ങനെ മാറ്റിയെടുക്കാമെന്നും പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അലർജി ടാബ്ലറ്റ് സ്യൂട്ട് ആവണമെന്നില്ല. ആദ്യം ചെയ്യേണ്ടത് ശരിയായിട്ടുള്ള അപ്രോച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അലർജി വന്നാൽ പലരും ആന്റിഹിസ്റ്റമിൻസിന്റെ ടാബ്ലറ്റ്സ് ആണ് ഉപയോഗിക്കാറ്. ഇത് യൂസ് ചെയ്യുമ്പം ഹിസ്റ്റമിന്റെ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ ചിലർക്ക് ഈ മെഡിസിൻസ് ഭയങ്കരമായിട്ടുള്ള സെഡേഷൻ ഉണ്ടാക്കാനും ക്ഷീണം ഉണ്ടാക്കാനും അലേർട്ട്നെസ് കുറയ്ക്കാനും ഒക്കെ ഒരു കാരണമാവാം. ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. എന്നാൽ ചിലർക്ക് ഇതിനെ നന്നായിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഡെയിലി ആക്ടിവിറ്റീസ് പോലും ഇമ്പാക്ട് ഉണ്ടാവുന്നതായിട്ട് തോന്നാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ട്രീറ്റ്മെന്റ് വ്യക്തിഗതമായി വേരി ചെയ്യുന്നതാണ്. ഒരാൾക്ക് സ്യൂട്ട് ചെയ്യുന്ന മെഡിസിൻ അതുപോലെ തന്നെ മറ്റൊരാൾക്ക് സ്യൂട്ട് ചെയ്യണമെന്നില്ല. റിപ്പീറ്റഡ് ആയിട്ട് അലർജി വരുന്നവരിൽ ഈ സിംറ്റംസ് കൺട്രോൾ ചെയ്യുക മാത്രമല്ല വേണ്ടത്. നമ്മുടെ ബോഡിയുടെ അലർജിക് റിയാക്ഷൻസിന്റെ പാറ്റേൺ നോക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റാണ് വേണ്ടത്. ഇവിടെയാണ് അപ്പോൾ ഹോമിയോപ്പതിക് അപ്രോച്ച് വ്യത്യസ്തമാകുന്നത്. അതായത് ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റാണ് ഹോമിയോപ്പതി പ്രൊവൈഡ് ചെയ്യുന്നത്. അലർജി സെയിം ആണെങ്കിലും ലക്ഷണങ്ങൾ എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള മരുന്നാണ് ഓരോ പേഷ്യൻറ്റിനും കൊടുക്കുന്നത്. അലർജി പേഷ്യൻസ് ഒത്തിരി ഉണ്ടെങ്കിലും അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം സെയിം ആവില്ല. എല്ലാ മെഡിസിൻസും അവരുടെ ലക്ഷണങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇത് അലർജിയുടെ സിംറ്റംസ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ബോഡിയുടെ സെൻസിറ്റിവിറ്റി ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യാൻ കൂടെ ഫോക്കസ് ചെയ്യുന്നു. അതായത് ട്രിഗേഴ്സ് ആയിട്ടുള്ള ഡസ്റ്റ്, പോളൻ, തണുപ്പോ ഒക്കെ വന്നാലും നമ്മുടെ ബോഡി ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുന്നതാണ് ലക്ഷ്യം. ലോങ് ടേം ആയത് സ്നീസിങ് എപ്പിസോഡ്സ് കുറയ്ക്കാനും റിക്കറൻസ് കുറയ്ക്കാനും ഡെയിലി ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കുറയ്ക്കാനും സഹായിക്കും. പ്രത്യേകിച്ച് റിപ്പീറ്റഡ് അലർജി, അർട്ടിക്കേരിയ, സൈനസ് പ്രോബ്ലം ഉള്ളവർക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെ സിംറ്റംസ്, സിവിയാരിറ്റി, ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അലർജിയുടെ മരുന്ന് കഴിച്ചാൽ ഉറക്കം വരുന്ന പ്രശ്നം നിങ്ങൾക്കുമുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. അലർജി മാനേജ് ചെയ്യാനുള്ള കൂടുതൽ പ്രാക്ടിക്കൽ ടിപ്സ് അറിയാൻ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.